ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. LP UPയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന്റെ കട്ട് ഓഫും അതുപോലെ തന്നെ ഇതിന്റെ ശരിയായ ആൻസറും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അവസാനം മാത്രമേ കട്ട് ഓഫ് പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്കു സേവന നികുതി അതായത് GST നിലവിൽ വന്നതെന്ന്. ആൻസർ ഓപ്ഷൻ ബി 2017 ജൂലൈ 1. 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. രണ്ടാമത്തെ ചോദ്യം: തീഹാർ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. 3. പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവരസാങ്കേതിക വിദ്യാ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി കൈറ്റ്. കൈറ്റ് ആയിരുന്നു അതിന്റെ രൂപീകരിച്ച കമ്പനിയുടെ പേര്. ഏതാണെന്ന് ചോദിച്ചാൽ കൈറ്റ് ആണ്. നാലാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി തിരുത്തണി. തിരുത്തണിയിലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം: 2020 പത്മശ്രീ ലഭിച്ച മുഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തയായത്? ആൻസർ ഓപ്ഷൻ സി നോക്കുവിദ്യ. നോക്കുവിദ്യയിലൂടെയാണ് പ്രശസ്തയായ കലാകാരിയാണ് മുഴിക്കൽ പങ്കജാക്ഷി എന്ന് പറയുന്നത്. ആറാമത്തെ: സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ഏഴാമത്തെ ചോദ്യം: പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നതെന്ന്? ആൻസർ ഓപ്ഷൻ എ 2019 ഒക്ടോബർ 31. എട്ടാമത്തെ ചോദ്യം: 2020 ICC വനിതാ T20 വേൾഡ് കപ്പ് ജേതാക്കൾ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ഓസ്ട്രേലിയ. ഇനി ഒമ്പതാമത്തെ ചോദ്യം: കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി പോക്സോ. പോക്സോ നിയമമായിരുന്നു അത്. ഇനി പത്താമത്തെ ചോദ്യം: 2019 പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി വയനാട് ജില്ലയിലാണ് പുത്തുമല സ്ഥിതി ചെയ്യുന്നത്. ഇനി 11ാമത്തെ ചോദ്യം: താഴെ കൊടുക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വജ്രമാണ്. ഓപ്ഷൻ ബി വജ്രമാണ് അതിന്റെ ആൻസർ. ഇനി 12ാമത്തെ: ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 48.6. 13ാമത്തെ ചോദ്യം: നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ത്? ആൻസർ ഓപ്ഷൻ എ അന്തരീക്ഷ അപവർത്തനമാണ്. അന്തരീക്ഷ അപവർത്തനം മൂലമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം. 14ാമത്തെ ചോദ്യം: താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആണ്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് കത്താൻ കാരണം. 15ാമത്തെ ചോദ്യം: ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത്? ആൻസർ ഓപ്ഷൻ സി അവഗ്രാഡോ നിയമമാണ്. അവഗ്രാഡോ നിയമമാണ് ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അവഗ്രാഡോ നിയമം. 16ാമത്തെ ചോദ്യം: സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കോപ്പർ. കോപ്പറാണ് സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ കോപ്പറാണ്. 17ാമത്തെ: ഓലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ്? ആൻസർ ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ് ഓലിയം. 18: കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ സി സിങ്ക്. 19: താഴെ കൊടുക്കുന്ന ഉപകരണങ്ങൾ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപബലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി സുരക്ഷാ ഫ്യൂസ്. സുരക്ഷാ ഫ്യൂസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി 20ാമത്തെ: വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്ത്? ആൻസർ ഓപ്ഷൻ ബി കൂളം. കൂളമാണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി 21: ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള ആനുപാതമാണ് ഓപ്ഷൻ ഡി ആംപയർ. ആംപയർ റേഞ്ച് ആണ് ആൻസർ. ഇനി 22: ഒരു സർക്യൂട്ടിലെ നേരിയ
കറന്റിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ ആണ് അതിന്റെ ആൻസർ. 23. താഴെ കൊടുക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. ബോക്സൈറ്റ് ആണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്ന ലോഹമാണ് ബോക്സൈറ്റ്. 24. ആൽക്കിനുകളുടെ പൊതുവാക്യം എന്ത്? ആൻസർ ഓപ്ഷൻ ബി CnH2n. ഇനി 25. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി എത്തനോൾ. എത്തനോൾ ആണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. 26. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ആൻസർ ഓപ്ഷൻ ഡി അൽനിക്കോ. 27. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഫോട്ടോവോൾട്ടൈക് പ്രതിഭാസമാണ്. ഇനി 28. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്ര? ആൻസർ ഓപ്ഷൻ ബി 50 ഹെർട്സ് ആണ്. ഇനി 29. ഒരു ആറ്റത്തിന്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി 14 ആണ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും ഇതിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ആൻസർ പ്രകാരം ഓപ്ഷൻ ഡി 14 ആണ്. ചിലപ്പോൾ ഏത് ഷെല്ലാണ് സബ് ഷെല്ലാണെന്ന് പറയാത്തതുകൊണ്ട് ചിലപ്പോൾ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 30. താഴെ കൊടുക്കുന്നവയിൽ സംക്രമണ മൂലകങ്ങൾ ഏത്? സംക്രമണ മൂലകം ഏത്? ആൻസർ ഓപ്ഷൻ ബി മാംഗനീസ് ആണ്. ഓപ്ഷൻ ബി മാംഗനീസ് ആണ് സംക്രമണ മൂലകം എന്ന് പറയുന്നത്. 31. ജീനിന്റെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്ലാസ്മിഡ് ആണ്. പ്ലാസ്മിഡ് ആണ് DNA ഇതാക്കുന്നത്. 32. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിൽ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട മേൽപ്പറഞ്ഞ സിദ്ധാന്തത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി പാൻസ്പെർമിയ സിദ്ധാന്തമാണ്. ഇനി 33. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏത്? ആൻസർ ഓപ്ഷൻ സി വൈറസ്. 34. കരളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ ആണ് കരളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. 35. മനുഷ്യനിലെ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹൈപ്പോതലാമസ്. ഓപ്ഷൻ ഡി ഹൈപ്പോതലാമസ് ആണ് അതിന്റെ ആൻസർ. 36. മനുഷ്യ നേത്രത്തിന്റെ റോഡ് കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി റെറ്റിന. 37. താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി ബ്ലൈറ്റ് രോഗമാണ് നെല്ലിനെ ബാധിക്കുന്ന രോഗം. 38. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തൈമസ് ഗ്രന്ഥി. ഇനി 39. ആർഡിപിത്തക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആഫ്രിക്ക. 40. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഹ്യൂഗോ ഡിബ്രിസ് ആണ് ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി. 41. ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളാണ് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ മഹാരാജാവ് എന്ന് പറയുന്നത്. 42. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആരാണ്? ആൻസർ ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ. 43. കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. 44. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. 45. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്?
ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളി. ഇനി 46. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി കെ കേളപ്പനായിരുന്നു. 47. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്നത് ആരുടെ രചനയാണ്? ആൻസർ ഓപ്ഷൻ സി എ കെ ഗോപാലൻ. എ കെ ഗോപാലന്റെ ആയിരുന്നു കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്നത് എ കെ ജിയുടെ രചനയായിരുന്നു. 48. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ സി കേശവൻ. 49. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളായിരുന്നു ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം എന്ന സന്ദേശം നൽകിയ വ്യക്തി. 50. കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഇനി 51. എന്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മഗ്രന്ഥമാണ്? ആൻസർ ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. 52. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആൻസർ ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. 53. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ തലക്കുളം. ഇനി 54. പഴശ്ശി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്? ആൻസർ ഓപ്ഷൻ എ സർദാർ കെ എം പണിക്കർ. 55. കുറിച്യ കലാപം നടന്ന വർഷം? 1812. 56. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ആൻസർ ഓപ്ഷൻ സി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. 57. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ പൽപു. 58. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ടി കെ മാധവൻ. 59. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമികൾ. 60. ഈഴവരെയും പുലയവരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? ആൻസർ ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ. ഇനി 61 മുതൽ മാത്സ് ആണ് ചെയ്യുന്നത്. മാത്സ് ചെയ്യേണ്ട രീതി ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. ചെയ്യേണ്ട രീതി വെച്ചിട്ട് ഒരു ക്ലാസ് പിന്നീട് ചെയ്യുന്നതായിരിക്കും. 61. ത്രികോണം എ ബി സിയുടെ 3 മൂലകങ്ങളും വൃത്തത്തെ തൊടുന്നു. എ ബി ഒരു വ്യാസമാണ്. താഴെ തന്നിരിക്കുന്നവരിൽ കോൺ സിയുടെ അളവേത്? ആൻസർ ഓപ്ഷൻ സി 90 ഡിഗ്രിയാണ്. 62. ചിത്രത്തിൽ എ ബി സി ഡി എന്ന സമചതുരത്തിന്റെ 4 മൂലകളിലൂടെയും വൃത്തം കടന്നു പോകുന്നു. എ സി 10 സെന്റിമീറ്റർ ആയാൽ AC 10 സെന്റിമീറ്റർ ആണ്. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് സമചതുരത്തിലാകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി 2/π ആണ്. 2/π ആണ് ആൻസർ. 63. ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് 360 π ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഇതേ ആരമുള്ള ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ്? ആൻസർ ഓപ്ഷൻ സി 480 π. എ എന്ന് പറയുന്നത് 3, ബി 6, സി 9, എന്നിവ ഒരു സമാന്തരികത്തിന്റെ തുടർച്ചയായ 3 മൂലകങ്ങളുടെ സൂചക സംഖ്യകളാണ്. 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ എഴുതുക. ആൻസർ ഓപ്ഷൻ ബി 6 ആണ്. 1, 2, 3 മുതൽ 100 വരെയുള്ളത് 5050 ആണ് എങ്കിൽ 3 + 6 + 9 പ്ലസ് എക്സെട്ര പ്ലസ് 300ന്റെ വില കാണുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 15150 ആണ് ആൻസർ. 66. 37 × 26 962 ആണ് എങ്കിൽ 39 × 26 39, 26 എന്നീ സംഖ്യകളുടെ ഗുണനഫലം കണക്കാക്കുക. ആൻസർ ഓപ്ഷൻ എ 1014. 67. P of x = 4x² - 7x + 2 എന്ന ബഹുപദത്തിൽ p⁻1 ന്റെ വില എന്ത് എന്ന് ചോദിച്ച ആൻസർ ഓപ്ഷൻ ഡി -1 ആണ്. ഇനി 68.
ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ച പട്ടിക താഴെ കൊടുക്കുന്നു. സാങ്കല്പിക പ്രകാരം മാധ്യമ ഉയരം എത്രാമത്തെ കുട്ടിയുടെ ഉയരമാണ്? 68ാമത്തെ ആൻസർ ഓപ്ഷൻ സി 25 ആണ്. ഓപ്ഷൻ സി 25. 69. ഒരു എണ്ണൽ സംഖ്യയുടെയും അതിന്റെ 3 മടങ്ങിനോട് 3 കൂട്ടിയതിന്റെയും ഗുണനഫലം 270 ആണ്. സംഖ്യകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 9, 30. ഇനി 70ാമത്തെ ചോദ്യം. ചിത്രത്തിൽ OAB ഒരു സമഭുജ ത്രികോണവും O ആധാര ബിന്ദുവുമാണ്. OA 6 സെന്റിമീറ്റർ ആണ്. ബിയുടെ സൂചക സംഖ്യകൾ ഏത്? ആൻസർ ഓപ്ഷൻ സി 3√3. അടുത്തത് 71ാമത്തെ. ഇനി മുതൽ ഇംഗ്ലീഷ് ആണ്. ഐ വിഷ് ഐ ഡാഷ് ഹെൽപ്പ് യു. ആൻസർ ഓപ്ഷൻ സി കുഡ് ആണ്. ഓപ്ഷൻ സി കുഡ്. 72. Heavy downpour during the previous week dashed the whole area. Answer option A had inundated എന്നാണ്. 73. Dash in the afternoon is not healthy at all. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി sleeping. 74. They will have to dash if they want to catch the rain. Answer option A run. 75. Our bus went dash the forest to the river bank. Answer option C through. 76. Which is an imperative sentence? ഇതിൽ ഏതാണ് imperative sentence എന്നാണ്? ഓപ്ഷൻ ഡി ആണ്. Read this book now ആണ് imperative sentence. ഇനി 77. The tiger was killed by Fernando dash a gun. Answer option C with. 78. If you dash the work you can go. Option D. 79. The idiom rides the high horse means. Answer option B feel proud. ഇനി 80. A person who has done something wrong or unlawful. Answer option D miscreant. ഇനി 81. പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മതരവും ആത്മീയമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ എ കാൾ റോജേഴ്സിന്റെ വാക്കുകളാണിത്. 82. പ്രതിക്രിയാധ്യാപനവും ആരുടെ ആശയമാണ്? ആൻസർ ഓപ്ഷൻ ഡി. 83. ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രദക്ഷിണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ സാമീപ്യ നിയമം. 84. ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 85. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മാക്സ് ബർത്തിമർ ആണ്. 86. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി അഹമാണ്. 87. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയെയും കൂട്ടുകാരിയായി നിർദ്ദേശിച്ചതായി കണ്ടു. ഇത്തരം കൂട്ടങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ക്ലിക്കുകൾ. അടുത്തത് 88. ജയകൃഷ്ണൻ ഒരു നാവികനാണ്. കുമാർ ഒരു ആർക്കിടെക്ടറാണ്. ഇവരിൽ കാണപ്പെടുന്ന ഏത് തരം ബഹുമുഖ ബുദ്ധിയാണ്? ആൻസർ ഓപ്ഷൻ സി ദൃശ്യസ്ഥലപരമായ ബുദ്ധി. 89. സ്കൂൾ പ്രായം എന്നത് എറിക്സൺ വിളിച്ച കാലഘട്ടം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കർമ്മോത്സുകത അല്ലെങ്കിൽ അപകർഷത. 90. എബ്രഹാം മോസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിന്റെ തൊട്ടു മുകളിലായി വരുന്ന ആവശ്യമാണ്? ആൻസർ ഓപ്ഷൻ ഡി സുരക്ഷിതത്വം. 91. ബുദ്ധിയുടെ ജി ഘടകത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നവ.
92 ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നൽകേണ്ട കൗൺസിലിംഗ് ആണ്. ആൻസർ ഓപ്ഷൻ ബി പ്രതിരോധ കൗൺസിലിംഗ്. 93 ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനികമായ വികാസഘട്ടമാണ്. ആൻസർ ഓപ്ഷൻ ഡി സംവേദക ചാലക ഘട്ടം എന്ന് പറയുന്നത്. 94 പഠിതാവ് തന്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതിയാണ്. ആൻസർ ഓപ്ഷൻ ഡി പഠനത്തെ ആന്തരികമായി വിലയിരുത്തുക. 95 അതീത ചിന്ത എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഫ്ലേവൽ. 96 താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വ്യക്തികേന്ദ്രീകൃത സിദ്ധാന്തം ആർപോർട്ട്. 97 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 ആണ് എങ്കിൽ ബുദ്ധിമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽപ്പെടും? ആൻസർ ഓപ്ഷൻ ബി മൂഢബുദ്ധി. 98 ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സ്റ്റീവൻ എം കോറി. 99 മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏത് തരം സമസംയോജന തന്ത്രമാണ്? ആൻസർ ഓപ്ഷൻ ഡി ഉദാത്തീകരണം. 100 ആശയ രൂപീകരണത്തിന്റെ പ്രക്രിയ ഘട്ടങ്ങൾ താഴെ പറയുന്നവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന് ഏകദേശ കട്ട് ഓഫ് 53 മുതൽ 65 വരെ പ്രതീക്ഷിക്കാം. ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് 53, ഏറ്റവും കൂടിയ കട്ട് ഓഫ് 65 വരെയും പ്രതീക്ഷിക്കാം. ഇത് ഏകദേശ കട്ട് ഓഫ് മാത്രമാണ്, കറക്റ്റ് ആയിട്ടുള്ള ഒന്നല്ല. ഇതിൽ നിന്ന് നോക്കി കണ്ടുപിടിച്ച ഒരു കട്ട് ഓഫ് മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.